Hi all. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂട്ടേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ RRC UJT ട്രിഗറിംഗ് സർക്യൂട്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ സിലബസിൽ വരുന്നതാണ് നാച്ചുറൽ ആൻഡ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. അപ്പോൾ നമ്മൾ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് കൺസെപ്റ്റ് ഓൺലി. അപ്പോൾ എന്താണ് അതിന്റെ കൺസെപ്റ്റ് എന്ന് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കൂടുതലായിട്ട് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനിൽ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ, ക്ലാസ് എഫ് ഇത്രയും ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേഷൻ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് എന്നുള്ളത് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ സിലബസിൽ അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. Okay, so commutation എന്ന് പറഞ്ഞാൽ it means the transfer of current from one path to another. Thyristor circuit നമ്മൾ ഇത് എങ്ങനെ അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ by switching off a conducting thyristor, the current is transferred from one thyristor to another. Okay, so commutation is a highly important concept to achieve the power control through switching. മെയിൻ ആയിട്ട് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് രണ്ട് ടൈപ്പാണ്. ഒന്ന് നാച്ചുറൽ കമ്മ്യൂട്ടേഷനും നെക്സ്റ്റ് വൺ ഈസ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, സോ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ആണ് ഏറ്റവും സിംപ്ലസ്റ്റും നമ്മൾ ഏറ്റവും കൂടുതൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂട്ടേഷൻ ടെക്നിക് ഈസ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. A thyristor is turned off if current through it decreases below its holding current. Okay, about natural commutation mainly use make use of the alternating nature of AC voltage and current. അല്ലേ, ഇപ്പോൾ AC voltage ഒരു ഹാഫ് സൈക്കിൾ കഴിഞ്ഞാൽ സീറോയിലോട്ട് വരും. അപ്പോൾ natural commutation makes use of the alternating nature of AC voltage and current, where the current naturally passes through zero value in each half cycle. Okay, അപ്പോൾ ഓരോ ഹാഫ് സൈക്കിൾ കഴിഞ്ഞാലും വോൾട്ടേജ് എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യുന്നു. ഓക്കെ, സോ ആസ് ദ വോൾട്ടേജ് റിവേഴ്സസ് ഇൻ ഈച്ച് ഹാഫ് സൈക്കിൾ, വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ തൈറസ്റ്റർ എന്താവും, റിവേഴ്സ് ബയാസ്ഡ് ആവും. ഓക്കെ, സോ വോൾട്ടേജ് റിവേഴ്സസ് ഇൻ ഈച്ച് ഹാഫ് സൈക്കിൾ, റിവേഴ്സ് ബയാസിംഗ് ദ തൈറസ്റ്റർ ഫോർ സഫീഷ്യന്റ് ടൈം ഇൻ അഡീഷൻ ടു ദ കറന്റ് ബിക്കമിങ് സീറോ. അതായത് നമ്മുടെ നാച്ചുറൽ കമ്മ്യൂട്ടേഷനിൽ നമ്മൾ മേക്ക് യൂസ് ചെയ്യുന്നത് ആൾട്ടർനേറ്റിംഗ് നേച്ചർ ഓഫ് AC വോൾട്ടേജും കറണ്ടും ആണ്. അത് കറണ്ട് നാച്ചുറൽ എന്ത് ചെയ്യുന്നു, pass to zero value in each cycle. അപ്പോൾ ഓൾസോ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, ഓരോ ഹാഫ് സൈക്കിളും റിവേഴ്സ് ചെയ്യുന്നു. അപ്പോൾ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, തൈറസിന്റെ അക്രോസ് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വരുന്നു ഫോർ സഫീഷ്യന്റ് ടൈം. ഇൻ അഡീഷൻ എന്തും കൂടി ആയിട്ടുണ്ട്, കറണ്ട് സീറോയും ആയിട്ടുണ്ട്. അപ്പോൾ എന്താവും, നമ്മുടെ തൈറസ്റ്റർ ഈസ് സ്വിച്ച്ഡ് ഓഫ് ആൻഡ് ഈസ് പ്രിവെന്റഡ് ഫ്രം ഇമ്മീഡിയറ്റ് ടേൺ ഓൺ. അപ്പോൾ നമ്മൾ സാധാ നാച്ചുറൽ കമ്മ്യൂട്ടേഷനിൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് നേച്ചർ ഓഫ് AC ഉപയോഗിച്ചിട്ടാണ് നമ്മളെ HCRനെ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഓരോ ഹാഫ് സൈക്കിളിലും വോൾട്ടേജും റിവേഴ്സ് ആവുന്നുണ്ട്, അതേപോലെ കറണ്ടും സീറോയിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ മേക്സ് യൂസ് ഓഫ് ദി ആൾട്ടർനേറ്റിംഗ് നേച്ചർ ഓഫ് AC വോൾട്ടേജ് ആൻഡ് കറണ്ട്, വേർ ദ കറണ്ട് നാച്ചുറലി പാസസ് ടു സീറോ വാല്യൂ ഇൻ ഈച്ച് ഹാഫ് സൈക്കിൾ. കറണ്ട് മാത്രമല്ല വോൾട്ടേജും എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യും ഇൻ ഈച്ച് ഹാഫ് സൈക്കിൾ, റിവേഴ്സ് ബയാസിംഗ് ദ തൈറസ്റ്റർ ഫോർ സഫീഷ്യന്റ് ടൈം in addition to current becoming zero. അപ്പോൾ നമ്മൾ തൈറസ്റ്റർ എന്താവും, സ്വിച്ച്ഡ് ഓഫ് ആവും ആൻഡ് ഈസ് പ്രിവെന്റഡ് ഫ്രം ഇമ്മീഡിയറ്റ് ടേൺ ഓൺ. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളതാണ് ലൈൻ കമ്മ്യൂട്ടേറ്റഡ് കൺവേർട്ടേഴ്സ് ആൻഡ് ഇൻവെർട്ടേഴ്സ്. അപ്പോൾ നമ്മൾ കൺവേർട്ടേഴ്സും ഇൻവെർട്ടേഴ്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് മേക്സ് യൂസ് ഓഫ് AC മെയിൻ സപ്ലൈ and the voltage generated through local rotating machines or resonance circuits. അപ്പോൾ അത് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ സർക്യൂട്ട്സ് എന്താ ചെയ്യുന്നതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റിംഗ് നേച്ചർ ഓഫ് AC വോൾട്ടേജും കറണ്ടും വെച്ചിട്ട് നമ്മൾ ടേൺ ഓഫ് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ഓൾസോ ദി മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ്. ഇനി ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ. അതിൽ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ ഉണ്ട്, ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ ഉണ്ട്, ക്ലാസ് സി, ക്ലാസ് ഡി, ക്ലാസ് ഇ ആൻഡ് ക്ലാസ് എഫ് വരെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ആൾട്ടർനേറ്റിംഗ് നേച്ചർ ഓഫ് AC ഉപയോഗിക്കാണ്ട് നമ്മൾ വേറെ രീതിയിൽ നമ്മൾ അഡീഷണൽ സർക്യൂട്ട്സ് ഉപയോഗിച്ചിട്ട് കമ്മ്യൂട്ടേഷൻ നടത്തുന്ന രീതിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇതാണ് ബേസിക് ആയിട്ട് നമ്മളെ ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ. ഓക്കെ, ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ്റെ സർക്യൂട്ടാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു LC കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു ദ അറ്റ് ദ ലോഡിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു LC കോമ്പിനേഷൻ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ടു അച്ചീവ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ത്രൂ ദ തൈറസ്റ്റർ ഡിക്രീസസ് ടു സീറോ and goes negative in each cycle so that the thyristor gets turned off. അപ്പോൾ നമ്മൾ ലോഡിന്റെ കൂടെ നമ്മളൊരു LC സർക്യൂട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൾട്ടർനേറ്റിംഗ് കറണ്ട് ത്രൂ ദ തൈറസ്റ്ററിന് എന്ത് ചെയ്യുന്നു, സീറോയിലോട്ട് കൊണ്ടുവരുന്നു ആൻഡ് അതിനുശേഷം എന്ത് ചെയ്യുന്നു, നെഗറ്റീവിലോട്ട് തിരിച്ചു പോകും. ഓക്കെ, സോ ദ തൈറസ്റ്റർ എന്ത് ചെയ്യുന്നു, ടേൺ ഓഫ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ വിളിക്കുന്നത്. അതായത് ഇവിടെ ഒരു LC കോമ്പിനേഷൻ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അറ്റ് ദ ലോഡ് ടു അച്ചീവ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ത്രൂ ദ തൈറസ്റ്റർ ഡിക്രീസസ് ടു സീറോ ആൻഡ് ഗോസ് നെഗറ്റീവ് ഇൻ ഈച്ച് സൈക്കിൾ സോ ദാറ്റ് ദ തൈറസ്റ്റർ ടേൺസ് ഓഫ്.
ഓക്കെ, ഇതിനെ പറയുന്ന വേറെ പേരാണ് കറണ്ട് കമ്മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഒന്നില്ലെങ്കിൽ LC സർക്യൂട്ട് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയും കണക്ട് ചെയ്യാം, പാരലായിട്ടും കണക്ട് ചെയ്യാം കപ്പാസിറ്ററിന്. ഓക്കെ, സോ ഇതാണ് ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ. സോ LC കോമ്പിനേഷൻ നമ്മൾ എവിടെ കണക്ട് ചെയ്യുന്നത്? ലോഡിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. Next one is class B commutation. It is a self commutation by an LC circuit across a thyristor. നേരത്തെ നമ്മൾ LC സർക്യൂട്ട് ലോഡിലാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ LC സർക്യൂട്ട് തൈറസിന് അക്രോസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. Okay, so it is similar to class A, but LC combination is connected at the thyristor. നമ്മൾ തൈറസിന്റെ അക്രോസ് ആണ് കണക്ട് ചെയ്യുന്നത്. So next type of commutation is class C or complementary commutation. ഇവിടെ നമ്മൾ we are switching a charged capacitor by an additional load carrying the thyristor which is connected across the main thyristor. അപ്പോൾ നമ്മൾ ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ അക്രോസ് വോൾട്ടേജ് സ്വിച്ച് ചെയ്തിട്ടാണ് ഇതിൽ നമ്മൾ എന്ത് നടത്തുന്നത്? കമ്മ്യൂട്ടേഷൻ നടത്തുന്നത്. ഓക്കെ, സോ സ്വിച്ചിങ് എ ചാർജ്ഡ് കപ്പാസിറ്റർ, ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരു ചാർജ്ഡ് കപ്പാസിറ്റർ കാണിച്ചിട്ടുണ്ട് അല്ലേ, സോറി ചാർജ്ഡ് കപ്പാസിറ്റർ കാണിച്ചിട്ടുണ്ട്. സോ here we are switching a charged capacitor by an additional load carrying thyristor which is connected across the main thyristor. അപ്പോൾ ഏത് തൈറസ്റ്ററിനെയാണോ നമുക്ക് കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത് അതിന് അക്രോസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അഡീഷണൽ ലോഡ് ക്യാരിയിങ് തൈറസ്റ്റർ വെച്ചിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിൽ കമ്മ്യൂട്ടേഷൻ ചെയ്യുന്നത്. പറഞ്ഞാൽ സ്വിച്ചിങ് എ ചാർജ്ഡ് കപ്പാസിറ്റർ by an additional load carrying thyristor which is connected across the main thyristor. Okay, ഇനി നെക്സ്റ്റ് കമ്മ്യൂട്ടേഷൻ ആണ് ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ. ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ നമ്മൾ വിളിക്കുന്ന വേറെ പേരാണ് ഓക്സിലറി കമ്മ്യൂട്ടേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഓക്സിലറി ആയിട്ട് ഒരു തൈറസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻ ഓക്സിലറി തൈറസ്റ്റർ ഈസ് യൂസ്ഡ് ടു സ്വിച്ച് എ ചാർജ്ഡ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഈ അഡീഷണൽ തൈറസ്റ്റർ വേറെ ലോഡൊന്നും സപ്ലൈ ചെയ്യുന്നില്ല. നമ്മൾ ഈ അഡീഷണൽ തൈറസ്റ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? സോൾ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂട്ടേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലാസ് സി അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കമ്മ്യൂട്ടേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട്, അതായത് ചാർജ്ഡ് കപ്പാസിറ്ററിനെ നമ്മൾ സ്വിച്ച് ചെയ്തിട്ടുള്ളത് അഡീഷണൽ ലോഡ് ക്യാരിങ് തൈറസ്റ്റർ വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ വേറെ ലോഡൊന്നും ഈ തൈറസ്റ്റർ ക്യാരി ചെയ്യുന്നില്ല. ഈ തൈറസ്റ്ററിന്റെ സോൾ ഫംഗ്ഷൻ എന്താണ്? കമ്മ്യൂട്ടേഷൻ മാത്രമാണ്. ഓക്കെ, സോ ക്ലാസ് ഡി അല്ലെങ്കിൽ ഓക്സിലറി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഓക്സിലറി തൈറസ്റ്റർ ഈസ് യൂസ്ഡ് ടു സ്വിച്ച് എ ചാർജ്ഡ് കപ്പാസിറ്റർ ആൻഡ് അഡീഷണൽ തൈറസ്റ്റർ ഹാസ് എ സോൾ പർപ്പസ് ഓഫ് കമ്മ്യൂട്ടേഷൻ. ഇനി നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് ഇ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അക്രോസ് എ തൈറസ്റ്റർ ഫ്രം ആൻ എക്സ്റ്റേണൽ പൾസ് സോഴ്സ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ പൾസ് സോഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യാണ് ഏതിൽ ചെയ്യുന്നത്? ക്ലാസ് ഇ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷനിൽ ചെയ്യുന്നത്. ഓക്കെ, സോ in class E അല്ലെങ്കിൽ external pulse commutation, a reverse voltage is applied across the thyristor from an external pulse source. Okay, and the last type is class F അല്ലെങ്കിൽ AC line commutation. Okay, so AC supply means ആണ് നമ്മൾ ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് the frequency of AC should be such that, എങ്ങനെയായിരിക്കണം ഈ frequency of AC? The frequency of AC should be such that the duration of the negative half cycle must be longer than the turn off time of the SCR. ഓക്കെ, അപ്പൊ നമ്മൾ അത് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ക്ലാസ് എഫ് അല്ലെങ്കിൽ AC ലൈൻ കമ്മ്യൂട്ടേഷൻ. ഇവിടെ നമ്മൾ AC സപ്ലൈ മെയിൻസ് ആണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് AC ഷുഡ് ബി സച്ച് ദാറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മസ്റ്റ് ബി ലോങ്ങർ ദാൻ ദ ടേൺ ഓഫ് ടൈം ഓഫ് ദി SCR. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫറെന്റ് കമ്മ്യൂട്ടേഷൻ പ്രോസസ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ആണുള്ളത്. നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ഉണ്ട്. നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മേക്സ് യൂസ് ഓഫ് ദി ആൾട്ടർനേറ്റിംഗ് നേച്ചർ ഓഫ് AC voltage and current, but the current naturally passes through zero in each half cycle. ഓക്കെ, അപ്പോൾ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണൽ സർക്യൂട്ട്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂട്ടേഷൻ അച്ചീവ് ചെയ്യാണ്. അതിൽ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് കമ്മ്യൂട്ടേഷൻ ബൈ റെസൊനേറ്റിംഗ് ദ ലോഡ്. ക്ലാസ് ബി കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് കമ്മ്യൂട്ടേഷൻ ബൈ എൻ LC സർക്യൂട്ട് വിച്ച് ഇസ് കണക്റ്റഡ് അക്രോസ് ദി തൈറസ്റ്റർ. Next is class C അല്ലെങ്കിൽ complementary commutation, that is switching a charged capacitor by an additional load carrying thyristor connected across the main thyristor. പിന്നെ ക്ലാസ് ഡി അല്ലെങ്കിൽ ഓക്സിലറി കമ്മ്യൂട്ടേഷൻ പഠിച്ചു. ആൻഡ് ഓക്സിലറി തൈറസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചാർജ് കപ്പാസിറ്റർ സ്വിച്ച് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദിസ് അഡീഷണൽ തൈറസ്റ്റർ ഹാസ് എ സോൾ പർപ്പസ് ഓഫ് കമ്മ്യൂട്ടേഷൻ. ക്ലാസ് ഇ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് തൈറസ്റ്ററിന് അക്രോസ് കൊടുക്കുന്നു ഒരു എക്സ്റ്റേണൽ പൾസ് സോഴ്സിൽ നിന്ന്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് ക്ലാസ് എഫ് അല്ലെങ്കിൽ AC ലൈൻ കമ്മ്യൂട്ടേഷൻ. ഇവിടെ നമ്മൾ AC സപ്ലൈ മെയിൻസ് തന്നെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി ഓഫ് AC നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ്ഡ് ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വരും. സച്ച് ദാറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ മസ്റ്റ് ബി ലോങ്ങർ ദാൻ ദ ടേൺ ഓഫ് ടൈം ഓഫ് ദി SCR. ഓക്കെ,
അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് കമ്മ്യൂട്ടേഷൻ എന്നും നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനും ഒക്കെ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിലെ സർക്യൂട്ട് വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ബിറ്റ് ലെങ്തി ആയിരിക്കും. നമുക്കത് ഓരോ സർക്യൂട്ടും നമുക്ക് ഓരോ വീഡിയോ വെച്ച് ചെയ്യേണ്ടി വരും. സോ തൽക്കാലം നമ്മളെ സിലബസിൽ എന്താണ് കൺസെപ്റ്റ് മനസ്സിലാക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ബേസിക് ആയിട്ട് എന്താണ് കമ്മ്യൂട്ടേഷൻ എന്നും എന്താണ് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ്റെയും പോസ്റ്റ് കമ്മ്യൂട്ടേഷൻ്റെയും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്നും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. ബാക്കി നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്.